മന്ത്രി ഒ.ജെ. ജനീഷിനെ അവഗണിക്കുന്നെന്ന പരാതിക്ക് പിന്നാലെ അനിൽ അക്കരയ്ക്കും MP ജാക്സണുമുള്ള സ്വീകരണ പരിപാടി മാറ്റി തൃശൂർ DCC. കാലവർഷക്കെടുതികളെ തുടർന്ന് പരിപാടി മാറ്റുന്നെന്നാണ് വിശദീകരണം. സ്വീകരണ പരിപാടിയുടെ പോസ്റ്ററിൽ മന്ത്രി ഒ.ജെ. ജനീഷിന്റെ ചിത്രം ഉൾപ്പെടുത്താത്തതാണ് വിവാദമായത്. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും ഈ പോസ്റ്ററിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളത് വലിയ വിവാദമായിരുന്നു. ഫർസീൻ മജീദ് അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തു ഒ.ജെ. ജനീഷിനെ അവഗണിക്കുന്നു എന്നുള്ളത്. അതിൽ നേതാക്കൾ പറഞ്ഞത് സംസ്ഥാന നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ അതല്ല കാര്യം എന്നുള്ളതാണോ തെളിയുന്നത്? ഇപ്പോൾ ഈ പരിപാടി തന്നെ മാറ്റിവെച്ചിരിക്കുകയാണോ? എന്താണ് ജില്ലാ നേതൃത്വം പറയുന്നത്? സ്വാതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും രജിസ്ട്രേഷൻ കായിക വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഒ.ജെ. ജനീഷിന്റെ ചിത്രം ഫ്ലെക്സ് ബോർഡിൽ ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലിയുള്ള വിവാദം എന്ന് പറയുമ്പോൾ അല്പം കൗതുകം തോന്നുമെങ്കിലും ആ ഒരു ഫ്ലെക്സ് ബോർഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് മാത്രമല്ല, ഇത് കോൺഗ്രസിനുള്ളിലെ പ്രാദേശികമായിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രൂപ്പ് പരമായിട്ടുള്ള ഭിന്നതകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിവാദം, അതേ തുടർന്ന് ഈ തീരുമാനം അല്ലെങ്കിൽ ഇന്ന് നടക്കേണ്ട പരിപാടി മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ജനീഷിനെ ഈ ഇത്തരം ഫ്ലെക്സ് ബോർഡിൽ നിന്ന് ഒഴിവാക്കിയതിലും DCCയുടെ അടക്കമുള്ള പരിപാടികളിൽ, പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ കഴിയാത്തതിലുമൊക്കെ എതിരെ വിവിധ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ രംഗത്ത് വന്നിരുന്നു. ഫർസീൻ മജീദ് യൂത്ത് കോൺഗ്രസ് നേതാവാണ്, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പരസ്യമായി ഇത്തരത്തിൽ പാർട്ടിയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അല്പത്തരമാണ് എന്നുള്ള കടക്കം, പെട്ടെന്നൊരാൾ വളർച്ചയിലേക്ക് എത്തുന്നത് അംഗീകരിക്കാൻ പലർക്കും കഴിയില്ല, പക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നത് അല്പത്തരമാണ് എന്നുള്ളതായിരുന്നു ഫർസീൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമർശനം ഉന്നയിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെയും മുതിർന്ന നേതാവ് TN പ്രതാപൻ അടക്കമുള്ള ആളുകൾക്കെതിരെയും അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പല വിമർശനങ്ങളും. ഇതൊരു വിവാദമാവുകയും ചർച്ചയാകുകയും ചെയ്തതോടുകൂടി ഇന്ന് നമ്മൾ DCC അധ്യക്ഷനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ഇതൊരു വിവാദമാക്കേണ്ട വിഷയമല്ല. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കിയത്. മന്ത്രി ജനീഷിനോട് നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നത് കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിത്രം ഫ്ലെക്സ് ബോർഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഈ പരിപാടി വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ ഇത് മാറ്റിവെക്കുന്നതായി, കാലവർഷക്കെടുതികളെ തുടർന്ന് മാറ്റിവെക്കുന്നതായി ജോസഫ് ടാജറ്റ് തന്നെ വാർത്താക്കുറിപ്പിലൂടെ തന്നെ മാധ്യമപ്രവർത്തകർക്കും മറ്റും പാർട്ടി പ്രവർത്തകർക്കും മറ്റും അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു വിവാദമാവുകയും ചർച്ചയാവുകയും KPCC AICC നേതാക്കൾക്കടക്കം ഒരു വിഭാഗം ആളുകൾ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും മന്ത്രി ജനീഷ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന് പെട്ടെന്ന് സ്വപ്നം കാണാൻ കഴിയുന്നതിലുള്ള രാഷ്ട്രീയ വളർച്ചയും അല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ടുള്ള പദവികളിലെത്തിയ ഒരാളാണ്. സാധാരണ KSU പ്രവർത്തകനിൽ നിന്ന് വളരെ വേഗത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. അവിടെ നിന്നും കൊടുങ്ങല്ലൂർ പോലൊരു ഇടത് കോട്ടയിൽ മത്സരിച്ച് 8308 അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സിറ്റിംഗ് MLA പരാജയപ്പെടുത്തി അവിടെ MLA ആകുന്നു. പിന്നീട് മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഇതിലൊക്കെ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അസൂയ ഉണ്ട് എന്നുള്ളതാണ് ഈ മറുഭാഗം ജനീഷ് അനുകൂലികളുടേതായിട്ടുള്ള വാദം. ഇതേ തുടർന്നാണ് ഈ വിവാദം ഉണ്ടായതും. സ്വാതി, ശരി ലെവിൻ, എന്തായാലും വലിയ വിവാദം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ പരിപാടി തന്നെ മാറ്റിവെക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കടക്കുന്നത്.